അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 15 വാക്യം നമുക്ക് വായിക്കാം. അവരോ കൊന്നുകളക, അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം 44 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. തൻ്റെ സമ്പാദ്യം കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. എന്നാൽ ആ മനുഷ്യൻ അതെല്ലാം കൊടുത്തിട്ട് ഒരു വയൽ വാങ്ങി. വയലിന് കരഭൂമിയേക്കാൾ വില കുറവായിരിക്കെ ആ മനുഷ്യൻ ആ വയൽ തന്നെ വാങ്ങി. കാരണം ആ മനുഷ്യനെ നന്നായി അറിയാം, താൻ എന്തുമാത്രം പണം ചിലവഴിച്ചാണോ ആ വയൽ മേടിക്കുന്നത്, അതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി സമ്പത്തുള്ള ഒരു നിക്ഷേപം താൻ മേടിച്ച വയലിലുണ്ടെന്ന്. ആ നിക്ഷേപമാണ് ആ വയൽ മേടിക്കുവാൻ അവനെ നിർബന്ധിച്ചത്. ആ നിക്ഷേപം വയലിൻ്റെ ഉടമസ്ഥനോ സമീപവാസികളോ ആരും അറിഞ്ഞില്ല. തന്നെയുമല്ല, വയൽ മേടിക്കുന്നതിന് മുമ്പേ ആ നിക്ഷേപം ആരും കാണാതിരിക്കുവാൻ നിക്ഷേപത്തെ ആ മനുഷ്യൻ മറച്ചു വെച്ചിരുന്നു. യേശു ആ ഉപമയിൽ ഉദ്ദേശിച്ചത് യഹൂദന്മാർ വാക്കിൽ പിടിക്കുവാനും കൊന്നുകളയുവാനും ആക്രോശിച്ച യേശു ഉണ്ടല്ലോ, ഇസ്രയേലിൻ്റെ പരിശുദ്ധനാണെന്നും ഇസ്രയേലിൻ്റെ കഷ്ടതയും മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും കാണുകയും ഇസ്രയേൽ മക്കളുടെ നിലവിളി ശബ്ദം കേട്ട് അവരോട് കരുണ കാണിച്ച് അവരെ രക്ഷിക്കുവാൻ മോശയെ അയക്കുകയും കഠിനമായ 10 ബാധകൾ മിസ്രയീമ്യർക്ക് അയച്ച് ഇസ്രയേൽ മക്കളെ മിസ്രയീമ്യരുടെ ഇരുമ്പു ചൂളയിൽ നിന്നും വിടുവിക്കുകയും ചെയ്ത സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മനുഷ്യവേഷത്തിൽ വന്ന ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവരുടെ പാപവും ശാപവും സ്വമനസാലെ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് യഥാർത്ഥ പാപപരിഹാര ബലിയായി തീർന്ന് ജനത്തെ അന്ധകാരത്തിൽ നിന്നും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുവാൻ വന്ന യഹൂദന്മാരുടെയും നമ്മുടെയും വീണ്ടെടുപ്പുകാരനാണെന്ന് തിരിച്ചറിയാതെയാണ് വിളിച്ചു പറയുന്നത് യേശുവിനെ ക്രൂശിക്കുക, അവനെ കൊന്നുകളയുക എന്ന്. ഞങ്ങൾക്ക് അവന് രാജാവായി വേണ്ട, കൈസറല്ലാതെ മറ്റൊരു രാജാവ് ഞങ്ങൾക്ക് ഇല്ല എന്ന് വിളിച്ചു പറയുകയാണവർ. ഇതെല്ലാം കേട്ടുകൊണ്ട് യേശു അക്ഷോഭനായി വേദന അനുഭവിച്ചുകൊണ്ടേയിരുന്നു. യേശുവിനെ ക്രൂശിക്കുവാൻ അവർ ആക്രോശിക്കുമ്പോൾ യേശു മുൾക്കിരീടം തലയിൽ അടിച്ചിറക്കപ്പെട്ട നിലയിൽ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ധൂമ്രവസ്ത്രം ധരിച്ചിട്ടുണ്ട്. റോമൻ പടയാളികൾ യേശുവിനെ വാറുകൊണ്ട് അടിച്ച് ശരീരം മുഴുവൻ കീറി മുറിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ച് യേശുവിൻ്റെ കന്നത്ത് ബലിഷ്ഠരായ പടയാളികൾ മാറി മാറി അടിച്ചിട്ടുണ്ട്. തീർത്തും ക്ഷീണിതനും പരവശനും വേദന സഹിക്കുവാൻ കഴിയാത്ത വിധം ശരീരം അടികൊണ്ട് മുറിഞ്ഞവനുമായി യേശു നിന്നിട്ടും മഹാപുരോഹിതന്മാർക്കോ യഹൂദന്മാർക്കോ യേശുവിനോട് കരുണ തോന്നിയില്ല. അവർ വീണ്ടും വീണ്ടും ആക്രോശിക്കുകയാണ്, യേശുവിനെ ക്രൂശിക്കുക എന്ന്. തന്നെയുമല്ല, കൈസറല്ലാതെ തങ്ങൾക്ക് മറ്റൊരു രാജാവില്ല എന്ന് അവർ വിളിച്ചു പറയുകയാണ്. കൈസറോട് അവർക്ക് താല്പര്യമുണ്ടായതുകൊണ്ടല്ല. ആ കാലത്ത് റോമക്കാർക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരു ഗ്രൂപ്പാണ് എരിവുകാർ എന്ന വിഭാഗം. ബറബ്ബാസ് ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. റോമക്കാരെ വെറുത്തിരുന്ന യഹൂദന്മാർ ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് കൈസറല്ലാതെ ഒരു രാജാവില്ല എന്ന്. റോമൻ കൈസറെ അവർ വെറുത്തതിനേക്കാൾ യേശുവിനെ അവർ വെറുത്തിരുന്നുവെന്ന് സാരം. കാരണം യേശു ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. യേശുവിനെ കുരിശിൽ തറച്ചു. അവൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് താഴെ നിന്ന് അനേകർ യേശുവിനെ പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഇടത്തും വലത്തും കിടന്നിരുന്ന കള്ളന്മാരെ ആരെങ്കിലും നിന്ദിച്ചതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശു തീർത്തും അവശനാണെങ്കിലും എല്ലാവരും അവനെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ മാനസാന്തരപ്പെട്ടത്. ബലമില്ലാതെ കുരിശിൽ തളർന്നു കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട്
ഒരു കള്ളൻ പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. അന്ന് തന്നെ യേശു അവനുമായിട്ടായിരുന്നു പർദീസയിൽ കയറി ചെന്നത്. ആ കള്ളൻ മാത്രമാണ് യേശുവിൻ്റെ ഏറ്റവും വേദനാജനകമായ സമയത്ത്, യേശുവിൽ നിന്നും എന്തെങ്കിലും നന്മ ലഭിക്കും എന്ന് തോന്നാതിരുന്ന സമയത്ത് യേശുവിനെ കർത്താവായി അംഗീകരിച്ചതും യേശുവിൽ മറഞ്ഞു കിടന്നിരുന്ന വലിയ നന്മ അഥവാ നിക്ഷേപം ആയ ക്രിസ്തുവിനെ ദർശിച്ചതും. ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും രാജാതിരാജാവും കർത്താവുമായ കൈസറിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവനുമായ സൃഷ്ടാവിനെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു മരിച്ച് നാറ്റം വയ്ക്കുവാൻ ദിവസം എണ്ണിക്കഴിയുന്ന വെറും മനുഷ്യനായ കൈസറെ അവർ അംഗീകരിച്ചതും യേശുവിനെ അവർ തള്ളിക്കളഞ്ഞതും. എന്നാൽ യഹൂദന്മാർ തള്ളിക്കളഞ്ഞ യേശു മൂന്നാം ദിവസം കൈസറുടെ മുദ്ര പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ യേശുവിനേക്കാൾ കൈസറെ ഭയപ്പെട്ട പീലാത്തോസ് യേശുവിനെ തള്ളി കൈസറെ സ്വീകരിച്ചിട്ട് തൻ്റെ സിംഹാസനത്തിൽ സുബോധത്തോടെ ഇരുന്നിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിനെ രാജാവായി തങ്ങൾക്ക് വേണ്ട കൈസറെ മതി എന്ന് ആക്രോശിച്ച യഹൂദന്മാരെ കൈസർ രക്ഷിക്കുകയല്ല ചെയ്തത്. AD 70 വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനും പട്ടാള മേധാവിയും പിന്നത്തേതിൽ റോമൻ കൈസറുമായി തീർന്ന ടൈറ്റസ് യഹൂദന്മാരെ കൊന്നു മുടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യഹൂദന്മാർ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകേണ്ട സാഹചര്യം വരുത്തുകയും അവരെ കഠിനമായി നശിപ്പിക്കുകയുമാണ് ചെയ്തത്. യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് കൈസറെ രാജാവായി ലഭിച്ചില്ല എന്ന് തന്നെയുമല്ല, സ്വന്തം രാജ്യമില്ലാതെ ഭൂമിയിൽ അലയേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരമുള്ളതാണ് എന്ന് വിലയിരുത്താമോ? യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും സ്വന്തം ജീവിതത്തിലെ രാജാവുമായി അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ ഓർക്കുക, ഏതു വിധേനയും സാത്താൻ നമ്മുടെ ബിരുദ തെറ്റിച്ച് പാപത്തിൽ വീഴ്ത്തുവാൻ ഇടവരാതിരിപ്പാൻ സൂക്ഷ്മതയോടെ കേട്ട വചനം അധികവും ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ദൈവവചനം അനുസരിച്ച് മാത്രം ജീവിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ഹൃദയം ഭരിക്കുവാൻ രാജാവുമായി അംഗീകരിക്കാത്ത വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ യേശുവിനെ ഒന്ന് അടുത്തറിയുവാൻ, ആവശ്യമായി കൃപ ലഭിക്കുവാൻ യേശുവിനോട് തന്നെ പ്രാർത്ഥിക്കാമോ? സ്വന്തം കുഞ്ഞ് തൻ്റെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് യേശുവിനോട് സംസാരിക്കുവാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. യേശുവെ എന്ന് വിളിച്ച് ഇന്ന് തന്നെ യേശുവിനോട് സംസാരം തുടങ്ങാമോ? യേശുവിനെ അനുസരിക്കാമെന്ന് യേശുവിന് വാക്ക് കൊടുക്കാമോ? ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യാമെന്ന് യേശുവിന് വാക്ക് കൊടുക്കാമോ? ജീവിതത്തിൽ നദി പോലെ സമാധാനം ഒഴുക്കിത്തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വർഗീയ സന്തോഷവും സമാധാനവും ദാനമായി നമ്മുടെ ഹൃദയത്തിൽ നൽകിത്തരും. യേശുവെ, ഇന്ന് വരെയുള്ള എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ നിൻ്റെ മകനാക്കി നിൻ്റെ മകളാക്കി തീർക്കണമെന്നും എന്നെ ഓർക്കണമേ എന്നും യേശുവിനോട് പറയാമോ? യേശു നമ്മെ രക്ഷിപ്പാൻ ശക്തനാണ്. അവൻ എന്നെ രക്ഷിച്ചു. ആകയാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ രക്ഷിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. സകല പ്രശ്നങ്ങളുടെയും ഏക ഉത്തരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ വചനം അനുസരിക്കാം, നിത്യജീവനെ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. ദുഷ്ടൻ കാണാതോണം അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കർത്താവ് കൊടുക്കണമേ. ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതെ വണ്ണം അങ്ങയുടെ മക്കളെയും അടിയനെയും കാക്കണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.